ഹലോ, എന്തുണ്ട് വിശേഷങ്ങൾ? ഞാൻ ഈ വീഡിയോയിൽ വന്നത് ഒരു കാര്യങ്ങൾ പറയാനാണ്. എന്താന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇലക്ഷൻ തിരഞ്ഞെടുപ്പിൻ്റെ തിരക്കിലാണ് എല്ലാവരും. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, നമ്മൾ ഒരിക്കലും പാർട്ടി നോക്കി ഇലക്ഷൻ ചോദിക്കാൻ പോകരുത്. അങ്ങനെ നമ്മൾ പാർട്ടി നോക്കി ഇലക്ഷൻ ചോദിക്കാൻ പോകുമ്പോൾ ജനങ്ങളെ നമ്മൾ രണ്ട് കണ്ണും കൊണ്ട് കാണും പോലെയാണ് ജനങ്ങളെ നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ രണ്ട് കണ്ണ് കൊണ്ട് ജനങ്ങളെ കാണാൻ പാടില്ല. എന്താന്ന് പറഞ്ഞാൽ, അങ്ങനെ രണ്ട് കണ്ണും കൊണ്ട് ജനങ്ങളെ കാണാൻ പാടില്ല. രണ്ട് പാർട്ടിയായിട്ട് രണ്ട് പാർട്ടി അല്ലെങ്കിൽ 10 പാർട്ടിയാണെങ്കിലും 10 പാർട്ടിയായിട്ട് നമ്മൾ ജനങ്ങളെ കാണരുത്. എല്ലാ ജനപ്രതി എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കണമാണ് ജനപ്രവൃത്തി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പിന്നെ കോൺഗ്രസ്സാണ്, BJP ആണ്, CPM ആണ് എന്നുള്ളൊരു വേർതിരിവ് ഒരിക്കലും പാടില്ല. നമ്മൾ ഏത് പാർട്ടിയിൽ നിൽക്കുകയാണെങ്കിലും എല്ലാ ജനങ്ങളും എല്ലാവർക്കും വേണ്ടുന്നതാണ്. എല്ലാവരും ഒരുപോലെയാണെന്നുള്ളൊരു ചിന്താഗതിയിൽ വേണം നമ്മൾ വോട്ട് ചോദിക്കാൻ പോകുന്നത്. ഇന്നിവിടെ ഒരു കൂട്ടർ വോട്ട് ചോദിച്ച് വന്നു, തൊട്ടടുത്ത് വന്ന് വോട്ട് ചോദിച്ച് പോയി. എൻ്റെ വീട്ടിൽ മാത്രം വോട്ട് ചോദിച്ച് വന്നില്ല. എന്താന്ന് പറഞ്ഞാൽ, ഞാൻ വേറെ പാർട്ടിയാണ്, അവർ വേറെ പാർട്ടിയാണ്. അപ്പോൾ ആ രണ്ട് വേർതിരിവ് അവിടെ കണ്ടു. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ പ്രത്യേകിച്ചിട്ടും വന്നതിൻ്റെ കാര്യം തന്നെ. നമ്മൾ ഏത് പാർട്ടിയാണോ ഏത് സാധനമാണോ അതല്ല നമ്മൾ നോക്കേണ്ടത്. ജനപ്രവൃത്തി എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ എല്ലാ ജനങ്ങളെയും ഒരേ രീതിയിൽ കാണുന്നതാണ് ജനപ്രവൃത്തി. അല്ല, രണ്ട് വേർതിരിവിൽ കാണുന്നത് ജനപ്രവൃത്തി എന്ന് പറയില്ല, ആരും പറയില്ല. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് വോട്ട് ചെയ്യുമ്പോഴാണ് ഒരു ജനപ്രവൃത്തി ഒരു മെമ്പറായിട്ട് വരുന്നതും. അത് ചിലപ്പോൾ കോൺഗ്രസ്സും ഉണ്ടാവും, BJPക്കാരും ഉണ്ടാവും, CPMക്കാരും ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. അതുകൊണ്ട് എല്ലാ ജനങ്ങളും ഒരുപോലെ വോട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് അതാത് പാർട്ടിയായി തിരഞ്ഞു വരുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുക, അങ്ങനെ രണ്ട് തരത്തിൽ തിരഞ്ഞ് ഒരാളും ഒരിക്കലും വോട്ട് ചോദിച്ചു പോകാൻ പാടില്ല, ഒരു വീട്ടിലും പോകാൻ പാടില്ല. ഞങ്ങൾ വോട്ട് ചോദിച്ചു പോവുകയാണെങ്കിൽ, ഞാനിപ്പോൾ കോൺഗ്രസ്സിലാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ